ഫ്രണ്ട്സ്, എല്ലാവരും തേനൊക്കെ എടുത്തിട്ടല്ലോ. ഇപ്പോൾ തേൻമഴി ഉണ്ടാക്കുന്നത്, ബി വാക്സ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്റ്റലായിട്ടുള്ള, നല്ല ക്ലിയർ, ഒരു പൊടി പോലും നല്ല തൂവെള്ള വാക്സ് ഉണ്ടാക്കുന്ന രീതി കണ്ടോ? അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നോക്കിക്കോ, കണ്ടോ? നല്ല ശുദ്ധമായ വാക്സ്, നല്ല വിലയാണ്. അത് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്, കണ്ടോ? പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്ത മെഴുക് കഴുകി വൃത്തിയാക്കി മെഴുക് കട്ടകളാക്കി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആ മെഴുക് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇതാണ് അതിൻ്റെ കഴുകിയെടുക്കുക. വെള്ളത്തിൽ 3 റൗണ്ട് കഴുകിയെടുക്കുക. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് പൊടി മെഴുകുകളെല്ലാം അരിച്ചെടുക്കുന്നതാണ്. അരിച്ചെടുത്ത് അതിനകത്തുള്ള ഒരു പൊടി പോലും കളയാതെ നമ്മൾ ഉരുക്കി എടുക്കുന്ന ഇതിൻ്റേതാണ്. ഉരുക്കുമ്പോൾ ഈ വീഡിയോ ഞാൻ ഗ്രൂപ്പിലിടാം. നമ്മൾ ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഗ്യാസിലേക്ക് വെക്കുന്നതിന് മുമ്പ് ശകലം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകിയെടുത്ത നല്ല 3-4 ട്രിപ്പ് കഴുകി എൻ്റെ കറുത്ത മെഴുകുകളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത മെഴുകിനെ നമ്മൾ വലിയ ചരുവത്തിലേക്ക് തട്ടിയിടുകയാണ്. എന്നിട്ട് ഒരു ഗ്യാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാസ് കുറ്റിയുടെ സഹായത്തോടു കൂടി, ഗ്യാസ് അടുപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മളിതിനെ ഉരുക്കും. ഉരുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക്കിനകത്ത് ശകലം ബാർ സോപ്പ് തേച്ചതിന് ശേഷം അതിനകത്ത് നല്ല പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഇതിനെ അരിച്ചൊഴിച്ച് വയ്ക്കും. എന്നിട്ട് അതിന് നാളെ എടുക്കുമ്പോൾ അത് കട്ടയ്ക്കുള്ള മെഴുകായിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് നല്ല മെഴുക് കിട്ടുന്നത്. നമ്മളിതിനകത്ത് ഈ ബക്കറ്റിലേക്ക് ബാർ സോപ്പ് തേക്കുകയാണ്. ബാർ സോപ്പ് തേച്ചിട്ട് ഈ ബക്കറ്റിനകം നല്ല ക്ലിയർ ആക്കിയിട്ട് അതിനകത്ത് ബാർ സോപ്പ് തേച്ച് വെച്ചിട്ട് ആണ് നമ്മൾ ബാർ സോപ്പിനകത്ത് ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല പെയിൻറ്റ് ബക്കറ്റിനകത്ത് ബാർ സോപ്പ് തേക്കുന്നത്. ബാർ സോപ്പ് തേച്ച് വെച്ചിട്ട് ഈ ബക്കറ്റിനകത്തേക്ക് നമ്മൾ ഈ ഉരുകിയ മെഴുകിനെ അരിച്ചൊഴിക്കും. ഈ ഉരുകിയ മെഴുകിനെ നമ്മൾ ഇത് നല്ല ലൂസായിട്ട് വരുമ്പോൾ അരിച്ചൊഴിക്കും. ആ വീഡിയോ ഉടനെ കാണിക്കുന്നതാണ്. നമ്മളിത് ഒരു നെറ്റിനകത്ത് നമ്മൾ കൊതുകുവല പോലുള്ള കട്ടിയുള്ള വല 2 മടക്കിട്ട് കെട്ടണം. എന്നിട്ടൊരു അഴുക്ക പാത്രത്തിൽ നമ്മൾ ഈ തീ ഒന്ന് കുറച്ച് നമ്മൾ ഒരു കോരി ഈ 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇതിങ്ങനെ ചൂടായി പതയുന്ന സമയത്ത്, നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിനെ കോരി ആ വലയ്ക്കകത്ത് സോപ്പ് പോത പുരട്ടി വെച്ചിരിക്കുന്ന ആ ബക്കറ്റിനകത്ത് വല കെട്ടിയിട്ട് വലയ്ക്കകത്തൂടെ ഇതിനെ കോരി ഒഴിക്കണം. ഇതിനകത്ത് വരുന്ന വേസ്റ്റ്, മണ്ടയിൽ കുറച്ച് വേസ്റ്റ് വരും. ആ വേസ്റ്റ് നമ്മൾ കോരി മാറ്റണം. നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. ഇതിനകത്ത് നിന്ന് വേസ്റ്റിനെ നമ്മളിങ്ങനെ കോരി 2 മടക്കുള്ള നല്ല കട്ടിയുള്ള അരിപ്പ് വെച്ചിട്ട് കൊതുകുവല പോലുള്ള നല്ല കട്ടിയുള്ള നെറ്റ് വാങ്ങിച്ചിട്ട് നെറ്റിനകത്ത് കെട്ടിയതിന് ശേഷം അതിനുള്ള വേസ്റ്റ് ഇങ്ങനെ കോരി ഇതിനെ മാറ്റും. ഇത് നമ്മൾ അതിനകത്തുള്ള വേസ്റ്റിനെ നമുക്ക് മൊത്തത്തിൽ അതിനകത്ത് വെച്ചതിന് ശേഷം വേസ്റ്റിനെ കോരി മാറ്റും. അടുത്ത് വീണ്ടും നമ്മൾ ചൂടോടുകൂടി വീണ്ടും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അവസാനം നമുക്ക് തിരിച്ച് നാളെ എടുത്ത് ഈ ബക്കറ്റ്
തണുത്തതിന് ശേഷം ബക്കറ്റ് അഴിച്ചിട്ട് ബക്കറ്റിനകത്ത് അഴിച്ചു വയ്ക്കും. നാളെ ഇത് തണുത്തതിന് ശേഷം ഈ ബക്കറ്റ് സോപ്പ് റെഡി ചെയ്യുന്നത് നമ്മൾ തിരിച്ച് തട്ടുമ്പം നമുക്ക് ഈ മെഴുക് കട്ടയായിട്ട് തിരിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ വൃത്തികരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്ന മെഴുകിനെ നമ്മൾ തൂക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് 360 മുതൽ 400, 450 രൂപ വരെയൊക്കെ നമുക്ക് വില കിട്ടുന്നത്, ഹോൾസെയിൽ വിലയായിട്ട് കിട്ടുന്നത്. പല സ്ഥലത്തും പല വിലയാണ്. ഇപ്പം കണ്ണൂർ ജിജിയൊക്കെ എടുക്കുന്നതിന് 360 ഉണ്ട്. ചില തമിഴ്നാട് ഏജൻസികളിൽ 375 അത് അവർ പൈസ സമയത്ത് തരത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കടമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറച്ചായിരിക്കും കിട്ടുക. കടമല്ല റൊക്കം പൈസയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വില കുറച്ച് കൊടുക്കാൻ നിർബന്ധിതരാകും. തിരിച്ച് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഴുക് ഇങ്ങനെയാണ് നമുക്ക് തിരിച്ച് കട്ടകളായിട്ട് കിട്ടുന്നത്. ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിൽ നമുക്ക് കട്ടയായിട്ട് കിട്ടും.